രാജ്യത്തെ നടുക്കിയ ഒഡീഷയിലെ ട്രെയിൻ അപകടത്തിൽ 288 മരണം, 1000-ലധികം പേർക്ക് പരിക്കേറ്റു. എൻഡിആർഎഫിന്റെയും വ്യോമസേനയുടെയും നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനം അവസാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും ബലേശ്വറിലെ അപകട സ്ഥലം സന്ദർശിച്ചു. രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് റെയിൽവേ മന്ത്രി നേരത്തെ പറഞ്ഞു. റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. बहुत ही बड़ी ट्रैजिक एक्सीडेंट है ये और सभी दिवंगत आत्माओं के साथ हमारी प्रार्थना है ताकि मैक्सिमम इस तरह की बड़ी ट्रेजेडी में जितना एफर्ट लगाया जाए उतना कम होता है. उन सभी परिवारों के साथ मेरी प्रार्थना है जिनके परिवार का मेंबर इस ट्रेजेडी में चले गए. कहीं पर भी जो बेस्ट पॉसिबल हेल्थ फैसिलिटी होगी वो दी जाएगी. एक्सीडेंट में इंक्वायरी करेगी. कमिश्नर रेल सेफ्टी को भी बुलाया गया है, वो भी इंक्वायरी करेंगे और इस प्रॉब्लम के इस एक्सीडेंट के रूट कॉज में जाएंगे. अभी सारा का सारा फोकस रेस्क्यू पे है और कंप्लीट फोकस है जिस तरह से जिनके भी गहरी चोटें आई हैं उनको ठीक जगह पे पहुंचा के उनका इलाज कराया जाए और परिजनों के पास ठीक खबर पहुंचे. सारा फोकस उस चीज़ पे. मैं यही कहूँगा कि अभी सबसे पहला फोकस रखें रेस्क्यू पे और रिलीफ. रेस्टोरेशन का काम तुरंत चालू होगा. जैसे ही कंप्लीट डिस्ट्रिक्ट एडमिनिस्ट्रेशन की तरफ से क्लियरेंस मिलता है तुरंत रेस्टोरेशन का काम चालू होगा. ऑलरेडी जितनी भी रेस्टोरेशन के लिए मशीनें हैं वो डिप्लॉय करके सोरो में खड़ी है. अभी ऑलरेडी मैं रास्ते में देखा है. इंक्वायरी के बाद में ही पता चलेगा. डेथ टोल के बारे में जरा जानकारी दे दीजिए. डेथ टोल डिस्ट्रिक्ट एडमिनिस्ट्रेशन और रेलवे एडमिनिस्ट्रेशन की तरफ से कंटिन्यूसली आपको अपडेट किया जा रहा है. उसी नंबर को आप लेके चलें. अभी कुछ भी कहना उचित नहीं है. इंक्वायरी होने दीजिए और सारा फोकस रेस्क्यू और जो घायल हुए हैं उनके इलाज पे फोकस करें. सारा का सारा फोकस मैंने कहा जैसे आपसे रेस्क्यू और इलाज पे ध्यान दिया जाए, रेस्टोरेशन पे ध्यान दिया. मैंने कहा पूरी जानकारी पूरी इंक्वायरी की जाएगी, कंप्लीट इंक्वायरी की जाएगी. डिटेल्ड में हाई लेवल इंक्वायरी कमेटी ऑलरेडी रात में ही घोषित कर दी गई थी. कमिश्नर रेल सेफ्टी वो भी इंडिपेंडेंट इंक्वायरी करेंगे तो कंप्लीट इंक्वायरी की जाए. Extremely tragic train accident. I have to thank the local people, the local teams and others who have worked overnight to save people from the wreckage. Railway safety should always be given the first preference. The people have been taken to hospitals here in Balasore, also in Cuttack, so that they recover as fast as possible. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അപകട സ്ഥലം സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബലേശ്വറിലെത്തും. കട്ടക്കിൽ ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി കാണും. എൽദോ പോൾ പുതുശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. എൽദോ, രക്ഷാപ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു. 288 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? പ്രധാനമന്ത്രി അവിടേക്ക് പുറപ്പെട്ടു. എപ്പോഴേക്ക് സംഭവ സ്ഥലത്തെത്തുമെന്നാണ് അറിയുന്നത്? രേണുക, അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഒഡീഷയിൽ എത്തിച്ചേരും. ഒഡീഷയിലേക്ക് പ്രധാനമന്ത്രി തിരിച്ചുവെന്ന് PMO ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗിക വിവരം നേരത്തെ തന്നെ ലഭ്യമാക്കിയിരുന്നു. പ്രധാനമന്ത്രി ആദ്യം എത്തുക ഈ അപകടം നടന്ന ബലേശ്വറിലായിരിക്കും. അവിടെ ബഹനഗ സ്റ്റേഷന് സമീപമുള്ള അപകട സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി എത്തും. അപകട സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം കട്ടക്കിലെ ആശുപത്രിയിലേക്ക് പോകും. അവിടെ ചികിത്സയിലുള്ള യാത്രക്കാരുമായി അദ്ദേഹം അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി അതിനുശേഷം മാത്രമായിരിക്കും ഒരു ഉന്നതതല യോഗം അവിടെ ഒഡീഷയിൽ ചേരുമോ എന്നുള്ള കാര്യത്തിൽ
ഒരു വ്യക്തത വന്നിട്ടില്ല. എന്താണെങ്കിലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഒഡീഷയിൽ എത്തിച്ചേരും. ഈ അപകടത്തിന്റെ മരണക്കണക്ക് നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ 288 എന്ന വലിയ സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. 1000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഈ 1000-ലേറെ പരിക്കേറ്റവരിൽ 650-ലേറെ പേർ ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. പ്രധാനമായും കട്ടക്കിലും ബലേശ്വറിലും ഒപ്പം ഭുവനേശ്വറിലുമുള്ള ആശുപത്രികളിലാണ് ഇവർ പ്രധാനമായും ചികിത്സ തേടിയിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം, രക്ഷാദൌത്യം അത് പൂർത്തിയായി എന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അത് വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കണം. ഏറ്റവും ഒടുവിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പുറത്തെടുത്ത ആളുകളെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ മാർഗമാണ് വിവിധ ആശുപത്രികളിൽ എത്തിച്ചത്. ഒപ്പം മൃതദേഹങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ എത്തിക്കുന്നതിലും ഈ ഹെലികോപ്റ്റർ മാർഗം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വ്യോമസേന ഒപ്പം ആർമിയുടെ സഹായവും ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ടായിരുന്നു. ആർമിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. NDRFനൊപ്പം ഒഡീഷ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനൊപ്പം ആർമിയും സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. നാട്ടുകാരുടെ ഇടപെടൽ ആദ്യ സമയം മുതൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ഈ അപകടം നടന്ന് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് NDRFന്റെ സംഘത്തിന് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. വെളിച്ചക്കുറവ് മൂലം തടസ്സപ്പെട്ട ആദ്യ രക്ഷാപ്രവർത്തനത്തിൽ ഈ നാട്ടുകാരുടെ പരിചയസമ്പത്താണ് അവിടെ കൂടുതൽ പേരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കിയതും. NDRF വന്ന ശേഷം കൂടുതൽ ആംബുലൻസുകൾ എത്തിച്ചേരുകയും വന്ന വാഹനങ്ങളെല്ലാം ആളുകളെ ആശുപത്രിയിലാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഊർജിതമായിട്ടുള്ള പൂർണ്ണ തോതിലുള്ള രക്ഷാപ്രവർത്തനം തന്നെ അവിടെ നടന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാകാൻ അത് ഇന്ന് ഉച്ചവരെ സമയം എടുത്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഉച്ചവരെ സമയം എടുക്കാനുള്ള കാരണം ഒരുപക്ഷെ ഈ ഒരു ബോഗി അത് അല്പം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ആ ബോഗിയിൽ നിന്നും പരമാവധി ആളുകളെ ആരോഗ്യവാന്മാരായി തന്നെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വളരെ സമയമെടുത്ത് സാവകാശത്തിൽ തന്നെ ആ ബോഗി വെട്ടിപ്പൊളിക്കുന്ന രീതിയിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വൈകിയത് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ട്രാക്കിൽ നിന്നും ഈ ബോഗികൾ ഒന്നൊന്നായി മാറ്റിക്കൊണ്ടിരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ അവിടെ അപകട സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ബുൾഡോസറുകളും ക്രെയിനുകളും ഉപയോഗിച്ചാണ് ഇപ്പോൾ ബോഗികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആ ട്രാക്കിൽ നിന്ന്. ഈ ട്രാക്കിന്റെ പുനർനിർമ്മാണം, ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രക്രിയ അത് ഉടൻ തന്നെ ആരംഭിക്കും. ബോഗികൾ പൂർണ്ണമായും മാറ്റുന്നതിന് പിന്നാലെ തന്നെ വീണ്ടും റെയിൽവേ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കുന്നു. അത് എപ്പോഴത്തേക്ക് സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. കാരണം 3 ട്രെയിനുകളാണ്. ഒന്ന് ലൂപ്പ് ലൈനിലായിരുന്നു എങ്കിൽ പോലും 2 പ്രധാന ട്രാക്കുകളിൽ ഓടിയിരുന്ന യശ്വന്ത്പൂർ എക്സ്പ്രസും കൊറമാൻഡൽ എക്സ്പ്രസിന്റെയും ബോഗികൾ പലയിടത്തായി ചിന്ന ഭിന്നമായി കിടക്കുന്ന സാഹചര്യത്തിൽ അത് പൂർണ്ണമായി നീക്കേണ്ട ഒരു സമയമെടുക്കും. അതിനുശേഷം മാത്രമേ ഈ പൊട്ടിപ്പൊളിഞ്ഞുപോയ റെയിൽ പാളം അത് വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. മമതാ ബാനർജി തൊട്ടു മുമ്പ് അവിടെ സംഭവ സ്ഥലം സന്ദർശിച്ചു. നവീൻ പട്നായിക് ഒഡീഷ മുഖ്യമന്ത്രി രാവിലെ മുതൽ പ്രധാനമന്ത്രിയാണ് അവിടേക്ക് എത്താനിരിക്കുന്നത്. പ്രധാനമന്ത്രി പുറപ്പെട്ടിട്ടുണ്ട്. അടുത്ത സമയത്ത് തന്നെ ഉടൻ തന്നെ പ്രധാനമന്ത്രി അവിടെ എത്തുമെന്ന് അറിയുന്നു. എൽദോ, നമ്മൾ ഇന്നലെ മുതൽ പ്രമുഖരായ പലരുടെയും പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്, അതിനുശേഷം മറ്റു കാര്യങ്ങൾ സംസാരിക്കാം എന്നതാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. എങ്ങനെ ഈ അപകടം സംഭവിച്ചു, എവിടെ വീഴ്ച സംഭവിച്ചു, എന്താണ് പാളിച്ച തുടങ്ങിയ കാര്യങ്ങളിലേക്കായിരിക്കുമോ ഇനി ശ്രദ്ധ തിരിയുക? അത്തരം പ്രതികരണങ്ങളാണോ വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇതിനോടകം ഈ അപകടം സംബന്ധിച്ച്, അതിനിടയായ കാരണങ്ങൾ സംബന്ധിച്ച് പ്രാഥമികമായി ഉള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ആദ്യ നിഗമനത്തിൽ പ്രധാനമായും സിഗ്നലിംഗിലെ പാളിച്ചയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനയും അത്തരത്തിൽ തന്നെയാണ്. സിഗ്നലിംഗിൽ ഉണ്ടായ പാളിച്ച അത് കൊറമാൻഡൽ എക്സ്പ്രസിനാണ് പ്രധാനമായും നേരിട്ടത്. ഈ പ്രധാനപ്പെട്ട ട്രാക്ക് 1 നീങ്ങേണ്ടിയിരുന്ന മെയിൻ ട്രാക്കിലൂടെ നീങ്ങേണ്ടിയിരുന്ന കൊറമാൻഡൽ എക്സ്പ്രസിന് ആ ലൂപ്പ് ട്രാക്കിലൂടെ നീങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക. ഈ ലൂപ്പ് ട്രാക്കിലാണ് ഈ ഗുഡ്സ് ട്രെയിൻ, അപകടത്തിൽപ്പെട്ട 3ാമത്തെ ട്രെയിനായിട്ടുള്ള ഗുഡ്സ് ട്രെയിൻ പാർക്ക് ചെയ്തിരുന്നത്. എങ്ങനെ ഈ ലൂപ്പ് ട്രാക്കിലേക്ക് തിരിയേണ്ട സാഹചര്യം ഈ കൊറമാൻഡൽ എക്സ്പ്രസിന് വന്നിരുന്നു എന്നുള്ളതായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക. 130 കിലോമീറ്റർ പരമാവധി വേഗത്തിലായിരുന്നു ഈ കൊറമാൻഡൽ എക്സ്പ്രസിന്റെ സഞ്ചാരം. അതുകൊണ്ട് തന്നെ ലോക്കോ പൈലറ്റിന് ഈ ഗുഡ്സ് ട്രെയിൻ എത്തുമ്പോഴേക്കും ഗുഡ്സ് ട്രെയിനിലേക്ക് ഒരു കൊളീഷൻ ഉണ്ടാകാത്ത രീതിയിൽ ബ്രേക്ക് ചെയ്ത് നിർത്താനുള്ള ഒരു സാവകാശം, അതിനുള്ള ഒരു സമയം ലഭിക്കാത്തതാണ് ഈ അപകടത്തിന്റെ തീവ്രത ഇത്രത്തോളം വർദ്ധിപ്പിച്ചത്. ഈ ഗുഡ്സ് ട്രെയിനിൽ ഈ കൊറമാൻഡൽ എക്സ്പ്രസ് പോയി ഇടിക്കുന്നു. ഗുഡ്സ് ട്രെയിനിന്റെ മുകളിലേക്ക് പാഞ്ഞു കയറുന്ന കൊറമാൻഡൽ
റീജിയണൽ എക്സ്പ്രസ്, അതിനുശേഷം അതിന്റെ ബോഗികൾ സമാന്തരമായി തന്നെ അപ്പുറത്തെ ട്രാക്കിലൂടെ ട്രാക്ക് 2 പോയിക്കൊണ്ടിരുന്ന യശ്വന്ത്പൂർ എക്സ്പ്രസിൽ ചെന്ന് പതിക്കുകയും അവിടെ ഒരു കൊളീഷൻ സംഭവിക്കുകയും ചെയ്തതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയതും ഇത്രമാത്രം ആളുകൾക്ക് പരിക്കേൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും. ഏതാണ്ട് 2 ട്രെയിനുകളിലുമായി 3500ഓളം പേരാണ് ഈ 2 ട്രെയിനുകളിലുമായി യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ട്രെയിൻ അപകടങ്ങളിലൊന്നായി ഇത് മാറുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. ഈ സിഗ്നലിംഗിലെ പിഴവ് അതൊരു ഹ്യൂമൻ എററാണോ അല്ലെങ്കിൽ ഒരു സാങ്കേതിക തകരാറാണോ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. റെയിൽവേയുടെ ആദ്യ നിഗമനത്തിൽ, ആദ്യ വിലയിരുത്തലിൽ അത് സിഗ്നലിംഗിലെ പാളിച്ചയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി വ്യക്തമായും അറിയേണ്ടത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. എൽദോ, നമുക്കറിയാം ഇത്തരം വലിയ അപകടം, രാജ്യം കണ്ട വലിയ അപകടങ്ങളിലൊന്നായി ഒഡീഷയിലെ അപകടം മാറുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കൂടി ഇത് വഴിവെക്കുമെന്നാണ് തോന്നുന്നത്. റെയിൽവേ മന്ത്രിയുടെ രാജി മമതാ ബാനർജി ഇതിനോടകം ആവശ്യപ്പെട്ടിരിക്കുന്നു. സിഗ്നൽ സംവിധാനത്തിലെ പിഴവാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ യാത്ര, പൊതുഗതാഗത സംവിധാനം എന്നതാണ് റെയിൽവേയെക്കുറിച്ച് പറയുന്നത്. അവിടെ ഇത്തരം ഒരു പാളിച്ച സംഭവിച്ചുവെങ്കിൽ അത് ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതിലൊക്കെ കൃത്യമായ അന്വേഷണം വേണം, കൃത്യമായ മറുപടികൾ വേണം. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കൂടി ഇത് വഴിവെക്കും എന്ന സാഹചര്യമാണോ നമ്മൾക്ക് മനസ്സിലാകുന്നത്? രേണുക, രാഷ്ട്രീയമായി വലിയ വിമർശനം ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ആഡംബര സൗകര്യമല്ല ഇന്ത്യയിലെ റെയിൽ യാത്രക്കാർ ആവശ്യപ്പെടുന്നത്, സുരക്ഷിതമായിട്ടുള്ള യാത്രയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ, പ്രതിപക്ഷ നേതാക്കൾ പ്രധാനമായും ഉന്നയിക്കുന്ന പ്രശ്നം. അതായത് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം കെങ്കേമമായി നടക്കുമ്പോൾ മറുവശത്ത് ഇത്രമാത്രം വലിയൊരു അപകടം, അത് ഈ കാലഘട്ടത്തിൽ 3 ട്രെയിനുകൾ ഒരേ സമയം കൂട്ടിയിടിച്ചുണ്ടാകുന്ന ഒരു അപകടം ഉണ്ടാകുക എന്നുള്ളത് കേട്ടുകേൾവി ഇല്ലാത്ത സാഹചര്യമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യ ഇത്രയും ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സ്വയമായി വികസിപ്പിച്ചെടുത്ത കവച് എന്ന ഒരു സാങ്കേതിക വിദ്യ നിലനിൽക്കെ തന്നെ ആ സാങ്കേതിക വിദ്യയെ എത്രത്തോളം ഉപയോഗിക്കാൻ കഴിഞ്ഞു, എത്രത്തോളം ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ റൂട്ടിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നു. റെയിൽവേ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു. അവിടെ കോൺഗ്രസും NCPയും CPI ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ആശങ്ക അറിയിച്ചു ഈ ട്രെയിൻ അപകടത്തിൽ. അങ്ങനെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നേരിടുകയാണ് ഈ സമയത്ത് അശ്വിനി വൈഷ്ണവ്. അതേസമയം റെയിൽവേ അപകടത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ഒരു ഒത്തൊരുമയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ രക്ഷാപ്രവർത്തനത്തിലും രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധരായിരുന്നു. BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകണമെന്ന് ദേശീയ നേതൃത്വം ആവശ്യപ്പെടുകയും അതേ തുടർന്ന് ഒരുപാട് പേർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഒരു മാതൃകയാക്കാവുന്ന, അനുകരിക്കാവുന്ന മാതൃക തന്നെയാണ് ഒഡീഷയിലെ പല ആശുപത്രികളിലും കണ്ടത്. നീണ്ട ക്യൂ കാണാമായിരുന്നു രക്തം നൽകുന്നതിന് വേണ്ടി. രക്തം നൽകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന യുവാക്കൾ, ഈ അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സയ്ക്കുള്ള സഹായവുമായി എത്തിയ ഒരുപാട് പേരെ നമുക്ക് ഒഡീഷയിൽ കാണാൻ സാധിച്ചു. അങ്ങനെ വിമർശനങ്ങൾക്കൊപ്പം തന്നെ ഒരു അപകടത്തിന്റെ ദുരന്ത മുഖത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു രാജ്യത്തെ നമുക്ക് ഈ സമയം കാണാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും അതൊരു പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായും എൽദോ, ഈ അപകടത്തിൽപ്പെട്ട 2 ട്രെയിനുകളാണ്, പാസഞ്ചർ ട്രെയിനുകളായ 2 ട്രെയിനുകൾ അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ, നിസാര പരിക്കോടെ രക്ഷപ്പെട്ടവർ പോലും ഈ രക്ഷാപ്രവർത്തനത്തിൽ ആദ്യ മണിക്കൂറുകളിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അവരെ ഓർക്കാതെ നമുക്ക് അക്കാര്യങ്ങൾ വിശദീകരിക്കാനും കഴിയില്ല.